നമ്മുടെ പൂഞ്ഞാറിലെ PC ജോർജ് വല്ല വർഗീയതും പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് മോശമായി വല്ലതും പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ നമ്മുടെ കേരളത്തിലെ BJPയും കേന്ദ്രത്തിലെ സംഘപരിവാർ സംഘടനകളും ഉണ്ടാവാം സാധാരണയാണ്. അവരായിരിക്കും പിന്നെ അതെല്ലാം നാട് മുഴുവനും അത് പ്രചരിപ്പിക്കലും അതിൻ്റെ ലാഭങ്ങളൊക്കെ കൊഴിയുന്ന പാർട്ടികളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഇതുപോലെ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും മുസ്ലിം ലീഗിനെക്കുറിച്ചും മുസ്ലിം സംഘടനകളെക്കുറിച്ചൊക്കെ വർഗീയമായി സംസാരിക്കുമ്പോൾ അത് ഏറ്റുപിടിക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കേരളത്തിലെ CPMഉം അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അതിൽ നിന്ന് ലാഭം അവർക്കാണ് എന്നുള്ളത് കരുതിക്കൊണ്ട്. അതുതന്നെയാണ് നമ്മുടെ CPMൻ്റെ നേതാക്കളായ AK ബാലനും അതുപോലെ തന്നെ സജി ചെറിയാനും ഇതുപോലെ തന്നെ മുസ്ലിം വർഗീയത പറയുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതിൽ നിന്ന് എത്രമാത്രം ലാഭം ഞങ്ങൾക്കും കിട്ടും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിന് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കേരളത്തിലെ സംഘപരിവാർ BJP CPM കൂട്ടുകക്ഷികളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിനെയും അതുപോലെ സമസ്തയെയും തെറ്റിക്കാനും അത് പിരിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട് സമസ്തയിൽ. അതിലൊന്നാണ് നമ്മുടെ മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന നമ്മുടെ സമസ്തയുടെ മുഷാവറ അംഗം. അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് മഹാനായ പാണക്കാട്ടെ തങ്ങന്മാരെക്കുറിച്ച്, കഴിഞ്ഞുപോയ തങ്ങന്മാരെക്കുറിച്ച് വളരെ പുകഴ്ത്തി പാടുകയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹാനായ തങ്ങളായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വല്ലാതൊന്ന് താഴ്ത്തിക്കെട്ടുകയും ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ചാനലുകാരൊക്കെ സടകുഴന്ന് എഴുന്നേറ്റ് മുക്കം ഉമർ ഫൈസി ലീഗിനെതിരെ അത് നമ്മളെ ഏറ്റവും കൂടുതൽ മൊട്ടാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് പ്രചാരണമായിട്ട് ചാനലിൽ ഇറങ്ങിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഒട്ടി നിൽക്കുന്ന സമസ്തയിലെ ചില ഷജറകളും അതുപോലെ തന്നെ ലീഗ് വിരോധത്തിൻ്റെ പേരിൽ എന്നും ലീഗിനോട് തർക്കവും പിണക്കവും ലീഗിനോട് വൈരാഗ്യ ബുദ്ധിയും വെച്ച് പുലർത്തുന്ന ചില ആളുകളൊക്കെ ഈ മുക്കത്തിൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ മുക്കത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഇന്നോ എന്നുള്ള അറിയില്ല, മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ എടുത്തിട്ട ചോദ്യം ഇതായിരുന്നു: മുക്കം ഉമർ ഫൈസി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടൻ തന്നെ